VC നിയമന പ്രതിഷേധങ്ങൾക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്തെത്തുകയാണ്. സർവകലാശാല സംസ്കൃത വിഭാഗം സംഘടിപ്പിക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാനാണ് ഗവർണർ എത്തുക. അന്നേരം ഗവർണറുടെ യൂണിവേഴ്സിറ്റി സന്ദർശനം 2 വർഷത്തിനിടെ ഇതാദ്യമായി എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതേസമയം പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് സുരക്ഷയും ഇവിടെ ശക്തമാക്കും. കാരണം ഗവർണർ ഈ വരുന്ന ഇടങ്ങളിലൊക്കെ SFI നേരത്തെ ബാനറൊക്കെ വെച്ച് പ്രതിഷേധിക്കുക എന്നുള്ളതൊരു കീഴ്വഴക്കം പോലെ ആയിട്ടുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ ഇന്നും അത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, എപ്പോഴാണ് ഈ സെമിനാർ നിശ്ചയിച്ചിരിക്കുന്നത്? ഗവർണർ എപ്പോഴായിരിക്കും എത്തുക? അനു, 11:30-നാണ് സെമിനാർ നടക്കുക. കേരള യൂണിവേഴ്സിറ്റിയുടെ സംസ്കൃത വിഭാഗം സംഘടിപ്പിക്കുന്ന സെമിനാറാണ്. ആ സെമിനാറിലാണ് ഗവർണർ പങ്കെടുക്കുന്നത്. ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്നത്. 2 വർഷത്തിന് ശേഷമാണ് ഗവർണർ കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക് എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ സന്ദർശനത്തിന്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ ഒരു പരിപാടി യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ തുടർന്ന് ഇതുപോലെ പ്രതിഷേധങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ പിന്നീട് അങ്ങോട്ട് എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും പരിപാടി മാറ്റിവെക്കുന്ന ഒരു നിലയിലേക്കൊക്കെ മാറുകയും ചെയ്തിരുന്നു. ഏതായാലും വീണ്ടും ഈ 2 വർഷങ്ങൾക്ക് ശേഷം ഗവർണർ വീണ്ടും കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക് എത്തുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യവും അതുപോലെ തന്നെ ഈ വിഷയത്തിലുണ്ട്. കാരണം VC നിയമനവുമായി ബന്ധപ്പെട്ടെല്ലാം കടുത്ത തീരുമാനമെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സർക്കാരും അതുപോലെ തന്നെ ഇടത് സംഘടനകളടക്കം ഇപ്പോൾ ഈ ഗവർണർക്കെതിരെ പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യമുണ്ട്. അതിനെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഗവർണർ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. ഈ വിദ്യാഭ്യാസത്തെ എല്ലാം തകർക്കുന്ന, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ചു തകർക്കുന്ന ഒരു ഇടതുപക്ഷത്തിന്റെ നയം, ആ നയത്തിന്റെ സർക്കാരിന്റെ നയത്തിനെതിരെ ഗവർണർ എടുത്ത സമീപനമെല്ലാം ഒരു പ്രശംസ അർഹിക്കുന്ന സമയത്താണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക് ഗവർണർ എത്തുന്നു എന്നതും ഏറ്റവും പ്രത്യേകതയായി കാണുന്നുണ്ട്. എന്തായാലും മോഹൻ കുന്നുമേൽ VC വൈസ് ചാൻസലർ മോഹൻ കുന്നുമേലാണ് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിലേക്കാണ് ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുന്നത്. 11:30 സെമിനാർ സംഘടിപ്പിക്കുക. ആ സെമിനാറിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക് എത്തുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ ഒരു പത്രസമ്മേളനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കില്ല, ബഹിഷ്കരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഗവർണറെ തടയുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് അവർ പറഞ്ഞെങ്കിൽ പോലും പ്രതിഷേധത്തിന് സാഹചര്യമുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാകും, ഇടത് വിദ്യാർത്ഥി സംഘടനകൾ, അവർ പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പോലീസിന്റെ ഒരു സുരക്ഷയും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ നിലവിൽ പ്രതിഷേധിക്കുന്നതടക്കമുള്ള പ്രതിഷേധത്വം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അതിന്റെ സാധ്യതകളുണ്ട്, തള്ളിക്കളയാൻ കഴിയില്ല. ഇനി ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് തള്ളിക്കയറാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടൊരു സുരക്ഷയും ഒരുക്കുന്നുണ്ട്. എന്തായാലും കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അനു, അതേസമയം എങ്ങനെയായിരിക്കും ഈ പ്രതിഷേധത്തിന്റെ സ്വഭാവം എന്നതിനനുസരിച്ച് എന്തെങ്കിലും പ്ലാനുകൾ അവർക്കുണ്ടോ പ്രശാന്ത്? കാരണം ഭരണഘടനാപരമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥി യുവജന സംഘടന തെരുവിൽ നേരിടുക എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ നാടിൻ്റെ യശസ്സിനെ കളങ്കപ്പെടുത്തുന്നതായിരുന്നു എന്ന് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ള വാർത്തകൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇന്ന് അദ്ദേഹം വരുമ്പോൾ ഇത് തടയുന്നതിനായോ അത് അങ്ങനെ സംഭവിക്കരുതെന്ന് നിർദ്ദേശമോ എന്തെങ്കിലും നൽകിയതായും അറിയാമോ? വീണ, നിലവിൽ അത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ SFI അടക്കമുള്ള സംഘടനകളുടെ ഒരു രീതി നമുക്കറിയാം. കാരണം നേരത്തെ എല്ലാം ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളെല്ലാം ഈ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ പ്ലക്കാർഡുകൾ കൊണ്ടും അതുപോലെ തന്നെ ബാനറുകൾ കൊണ്ടും ഈ പ്രതിഷേധം നടത്തുകയും ഗവർണറെ അറ്റാക്ക് ചെയ്യുന്ന നിലയിലെല്ലാം പല രീതിയിലുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നു. അതെല്ലാം നമുക്കറിയാം. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഗവർണർ കടുത്ത ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സമയം കൂടിയാണ്. സർക്കാരിന് പോലും ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് നിൽക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഇപ്പോൾ ഈ
പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ സെമിനാറിന്റെ ഭാഗമായിട്ടൊരു യോഗം ചേർന്നിരുന്നു. സെമിനാറിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലടക്കം സിൻഡിക്കേറ്റ് അംഗങ്ങൾ പങ്കെടുക്കില്ല, യോഗം ബഹിഷ്കരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ഒരു പത്രസമ്മേളനം വിളിക്കുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല സർക്കാരുമായും അതുപോലെ തന്നെ ഇടത് സംഘടനകളുമായും എല്ലാം ഗവർണർ ഇപ്പോൾ ഒരു ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഈ ഗവർണർ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഈ ഇടത് സംഘടനകളുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ എല്ലാം തെറ്റായ നയങ്ങൾക്കെതിരെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ തന്റേതായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ആ നിലപാടുമായി ഗവർണറും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതാണ് ഈ VC നിയമനം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം മറ്റൊരു അഭിപ്രായം തേടാതെ അതുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരും വെട്ടിലായിരിക്കുന്ന സമയമാണ്. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നേരിട്ടൊരു പരാമർശങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ ഇടത് സംഘടനകളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധത്തിന്റെ സാഹചര്യം ഉണ്ട് എന്നാണ് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം മുൻകാലങ്ങളിൽ അടക്കം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഈ കേരള യൂണിവേഴ്സിറ്റി സന്ദർശിക്കുക എന്നതൊരു അഭിമാന പ്രശ്നത്തിന്റെ ഭാഗം കൂടിയാണ്. കാരണം കഴിഞ്ഞ തവണയും 2 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എത്തിയപ്പോഴെല്ലാം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതിനൊക്കെ അവഗണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പ്രതിഷേധത്തെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തവണ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക് ഗവർണർ എത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യത തള്ളിക്കളയാനാകില്ല. ഇതുവരെ വിദ്യാർത്ഥി സംഘടനകൾ അങ്ങനെ പ്രതിഷേധിച്ചിട്ടില്ല. മാത്രമല്ല SFIയുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുമില്ല. പക്ഷേ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നേരിട്ട് അദ്ദേഹം ഈ ക്യാമ്പസിലേക്ക് എത്തുന്ന സമയത്ത് പ്രതിഷേധിക്കുകയാണോ അതോ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഗവർണർ ഇങ്ങനെ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന പ്രത്യേകതയാണ് ഉള്ളത്.